പല കൈൻഡ് ഓഫ് അറ്റയേഴ്സ്, പല മോഡൽ, പല ഫാബ്രിക്കിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ട്യൂണിക് ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു നീ ലെങ്ത് വരുന്ന രീതിയിലുള്ളൊരു ട്യൂണിക് ഡ്രസ്സാണ്. അപ്പോൾ ഇത് സിംഗിൾ പീസ് ഡ്രസ്സായിട്ട് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെ വെയർ ചെയ്യാം. അതല്ല എങ്കിൽ ബോട്ടം വെച്ച് പെയർ ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഒരു ആങ്കിൾ ലെങ്ത് ഒക്കെ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ജഗിങ് കൈൻഡ് ഓഫ് ഒരു ഫിറ്റിലുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും. ഇത് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ. എംപോസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്തേക്ക് വെരി ബ്യൂട്ടിഫുള്ളി ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്ക്, ഈ ഒരു എംബ്രോയിഡറി വർക്ക് നമ്മൾ ഇതിന് മുന്നേയും ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ യൂഷ്വൽ കൈൻഡ് ഓഫ് ഒരു എംബ്രോയിഡറി അല്ല, ഇത് ഭയങ്കര ഭംഗിയാണ്. കാരണം 2 ടോണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു അതായത് റൈറ്റ് സൈഡിലേക്ക് ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൈലോ മോഡലാണ്. ഫ്രണ്ടിൽ കുറച്ചുകൂടി കയറി ബാക്കിൽ കുറച്ചുകൂടി ഇറങ്ങി വരുന്നൊരു പാറ്റേൺ ആണ്. വളരെ കംഫർട്ടബിൾ ആണ്, റിലാക്സ്ഡ് ഫിറ്റിലാണ് വരുന്നത്. യൂഷ്വലി നമ്മുടെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. റാദർ ദാൻ ഇങ്ങനെ ഞാൻ ബോഡിക്കോൺ ഡ്രസ്സസ് അല്ല പറയുന്നത്, അല്ലാത്ത കൈൻഡ് ഓഫ് കാഷ്വൽ വെയേഴ്സിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഒരു അറ്റയർ ആണ് ഇത്. സിംഗിൾ പീസ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ ബോട്ടം വെച്ച് പറയാം. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മുടെ ഇൻ ഹൗസ് ബ്രാൻഡ് ആയിട്ടുള്ള യമയുടെ പ്രോഡക്ട്സ് ആണ്. നമ്മുടെ യമയുടെ നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ആണ്, ബാംഗ്ലൂർ ബേസ്ഡ് മാനുഫാക്ചേഴ്സ് ആണ്. നമുക്ക് കംപ്ലീറ്റ് ഫാക്ടറിയും ഇതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ വരുന്നത് ബാംഗ്ലൂരാണ്. നമുക്ക് നാട്ടിലൊരു സ്റ്റോറുണ്ട്, ലോലിപോപ്സ് ലൈഫ് സ്റ്റൈൽ, കൊട്ടാരക്കര അടൂർ MC റോഡിലാണ്. ലേഡീസിനും ജെൻസിനും കിഡ്സിനും വേണമെന്നുള്ള കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്റ്റോർ വിസിറ്റ് ചെയ്യാം, അവിടുത്തെ കളക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാം. യമയുടെ കൗണ്ടർ ഉണ്ട്. ബട്ട് ദെൻ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഷോപ്പിൽ വരുന്നത്. ഷോപ്പിൽ നിന്നും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഷോപ്പിൽ പോയി മേടിക്കാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വരും. കാരണം ആ ഒരു സെയിം പ്രോഡക്റ്റ് അവിടെ കാണുമെന്നറിയില്ലല്ലോ. ബട്ട് ദെൻ ഷോപ്പിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. വൺ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് സെയിൽസോ വാട്സാപ്പ് സപ്പോർട്ടോ അവൈലബിൾ അല്ല. നമ്മുടെ പ്രോഡക്ട്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂവോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ത്രൂവോ ഒന്നും സെയിൽ എടുക്കുന്നില്ല. നമ്മുടെ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ മാത്രമാണ്, അല്ലെങ്കിൽ ഷോപ്പിൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസ് ഡ്രസ്സായിട്ടിട്ട് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജഗിൻസിൻ്റെ കൂടെ ഇട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. റാദർ ദാൻ ഒരു റെഗുലർ ഡെനിമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാരലൽ ഫിറ്റിനേക്കാളിലും ഒക്കെ കുറച്ചും കൂടി നമുക്ക് ഭംഗി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫിറ്റിലുള്ള ജഗിൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതായിരിക്കും. ജഗിൻസ് അവൈലബിൾ ആണ്. ജഗിൻസിൻ്റെ കോഡും കൂടെ മെൻഷൻ ചെയ്തേക്കാം. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. താങ്ക് യു.